ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി അവിടെ കേട്ടോ. അപ്പോൾ ഡിസംബർ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് MCQ നോക്കാം. 2 മാർക്ക് വീതം 15 ക്വസ്റ്റ്യൻ, 30 മാർക്ക് ചെയ്യാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ്. ഇതെന്തായാലും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലോ, നമുക്കറിയാം. കാരണം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് എന്താണ് ഹിസ്റ്റോറിക്കൽ നാച്ചറാണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ് ഫ്യൂച്ചറാണ്. അക്കൗണ്ടിങ് ഇൻഫർമേഷനാണ്. നമ്മുടെ ഈ പോയിന്റ് ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മാനേജ്മെൻറ്റിനെ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്താലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ദിസ് ഈസ് ഓൾസോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. കമ്പൽസറി അക്കൗണ്ടിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഓപ്ഷണലാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണെങ്കിൽ എന്താണ്, കമ്പനീസിനൊക്കെ അതെന്താണ് കമ്പൽസറി ആണ്. പക്ഷെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് തീർത്തും എന്താണ് ഓപ്ഷണലാണ്. പിന്നെ മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇതിൽ താഴെ പറയുന്നതിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏത് മാത്രമേ ഉള്ളൂ? സി മാത്രമേ ഉള്ളൂ. അടുത്ത്, ഏത് വ്യക്തിയാണ് വിച്ച് പേഴ്സണൽ ഓഫ് ഫിനാൻഷ്യൽ ഫേം പ്ലേ കീ റോൾ ഇൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ കീ റോള് വഹിക്കുന്ന ആളാരാന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അത് ആരാണ്? മാനേജേഴ്സാണ്. ഇൻവെസ്റ്റേഴ്സും സപ്ലൈസും കസ്റ്റമേഴ്സും ഒന്നും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളല്ല. അടുത്ത് പറയുന്നത് പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. ABC റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ നിന്ന് ഒരു MCQ ആണ്. ഇതിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. പ്രൊഡക്ഷൻ Aയും Bയും Cയും പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ മിഷൻ ഹവേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ട്വിസ്റ്റ് ആക്കുന്ന പോയിന്റ് ഈ ബ്രാക്കറ്റിൽ എഴുതിയ സാധനമാണ്. ഉണ്ടാക്കാനുള്ള കുട്ടികൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ഉണ്ടാക്കാൻ വേണ്ടി 50 ഹവേഴ്സാണ് തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല. ഉണ്ടാക്കാൻ ശരിക്കും വേണ്ടി വരാം. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ യൂണിറ്റ് A പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റൺ സൈസാണ്. ഈ റൺ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാം, ബാച്ച് സൈസാണ്. ഒരു ബാച്ചിൽ 10 യൂണിറ്റ് ഉണ്ടാവാം. അപ്പോൾ 1000 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര ബാച്ച് ഉണ്ടാവും എന്ന് വെച്ചാൽ 1000 ഡിവൈഡഡ് ബൈ 10 എത്ര ബാച്ച് ആവും? 100 ബാച്ച്. ഇനി മിഷൻ അവർ തന്നിട്ടുള്ളത് 100 ബാച്ച്. ഒരു ബാച്ചിന് കണ്ട പ്രൊഡക്ഷൻ റൺ എന്ന് പറഞ്ഞാൽ അതിനാണ് ബാച്ച്. ഒരു ബാച്ചിനാണ് എത്ര? 50 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ 100 ബാച്ചിന് എത്ര വരും? 100 × 50 എത്ര വരും? 5000 മിഷൻ അവേഴ്സ് വരും. ഇങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ മിഷൻ അവർ കാണാൻ വേണ്ടി മാഷൊരു വർക്കിങ്സോടെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. 1000 ഡിവൈഡഡ് ബൈ 10 × ഇപ്പം മോളിൽ കണ്ടതല്ലേ, ഒറ്റ സ്ട്രക്ചർ ചെയ്തു. 1000 ഡിവൈഡ് ബൈ 10 × 50, പിന്നെ 1200 ഡിവൈഡ് ബൈ 10 × 40, 1200 ഡിവൈഡ് ബൈ 10 × 30, 1500 ഡിവൈഡ് ബൈ 10 × 40. ഈ 10 എല്ലാത്തിലും കോമൺ ആണ്. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും 10 വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ കൂടെ ടോട്ടൽ ചെയ്താൽ 19,000 അവരുടെ മിഷൻ ഹവേഴ്സ് കിട്ടുക. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ആക്ടിവിറ്റി കോസ്റ്റ് പുൾ ഡ്യൂറിങ് ദ പീരീഡ് 2,25,000. അപ്പോൾ മൊത്തം ഓവർ ഹെഡ് കോസ്റ്റ് 2,25,000 ഓവറുടെ അബ്സോർബ് ചെയ്യുന്ന ബേസും പറഞ്ഞിട്ടുണ്ട് മിഷൻ അവർ റേറ്റ് ആണ്. എന്നിട്ട് നമ്മുടെ അടുത്ത് എന്ത് കാണാനാണ് പറഞ്ഞത്? റേറ്റ് പെർ കോസ്റ്റ് ഡ്രൈവറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2,25,000 ഇക്വേഷൻ എന്താ വരിക? ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഏതാണ്? മിഷൻ ഹവേഴ്സ്. ഇപ്പോൾ 2,25,000 ഡിവൈഡ് ബൈ 19,000 എത്ര വരും? 11.84 വരും. B ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത പോയിന്റ് പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ an item for which cost measurement is required. ഫോർ എക്സാമ്പിൾ നമ്മൾ കാൽക്കുലേറ്ററിൻ്റെ കോസ്റ്റാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് വെച്ചിട്ട് അസർട്ടൈൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ കാൽക്കുലേറ്റർ എന്നുള്ളത് നമ്മുടെ എന്താണ്? ഒരു കോസ്റ്റ് ഒബ്ജക്റ്റാണ്. പിന്നെ കോസ്റ്റ് ഡ്രൈവർ, കോസ്റ്റ് പൂള്, കോസ്റ്റ് മെട്രിക്സ് ഒക്കെ വേറെ വേറെയാണ്. അപ്പോൾ എന്തിൻ്റെ കോസ്റ്റാണ് നിങ്ങൾ അസർട്ടൈൻ ചെയ്യാൻ പോകുന്നത് അതിന് പറയുന്നതാണ് ഇത് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഭയങ്കര രസകരമായൊരു സാധനമാണ്. സാധാരണ നമ്മൾ ടെക്സ്റ്റിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, പക്ഷെ കോമൺ സെൻസ് അപ്ലൈ ചെയ്യാം. ഇവിടെ A ഉണ്ട് B ഉണ്ട്, 2 പ്രൊഡക്റ്റ് ഉണ്ട്. 3:2 ആണ് അവരുടെ എന്ത് റേഷ്യോ. സെല്ല് ചെയ്യുന്നത് Aയും സെല്ല് ചെയ്യുന്നുണ്ട്, B ഉണ്ട്. അങ്ങനെ 3:2 പറയുമ്പോൾ A 3 സെല്ല് ചെയ്യുമ്പോൾ B എത്ര സെല്ല് ചെയ്യും? 2. ഇതിൻ്റെ വാരിയബിൾ കോസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്, 95%, പിന്നെ എത്രയാണ്? 90%.
നിങ്ങൾ ശ്രദ്ധിക്കണം, വാരിയബിൾ കോസ്റ്റ്. അപ്പം ഞാനിത് എഴുതുന്നു, എ ഡിയും ബി ഡിയും റേഷ്യോ എഴുതി. വാരിയബിൾ കോസ്റ്റ് 95% ആണെങ്കിൽ പി വി റേഷ്യോ എത്രയായിരിക്കും? 5% ആയിരിക്കും. അഥവാ വാരിയബിൾ കോസ്റ്റ് 95 ആണെങ്കിൽ സെയിൽസ് 100 ആണെങ്കിൽ 5% അതിൽ എന്തുണ്ടാവുക? കോൺട്രിബ്യൂഷൻ ഉണ്ടാവുക. അതേപോലെ ബിയുടെ 90% എന്താണ്? വാരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ 10% ആയിരിക്കും എന്തുണ്ടാവുക? പി വി റേഷ്യോ ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഈ 2 പി വി റേഷ്യോ കിട്ടിയ സ്ഥിതിക്ക് ഇതിനെ ഒന്നാകണം. കാരണം നമ്മുടെ ക്വസ്റ്റിൽ ആവശ്യപ്പെട്ടത് ബ്രേക്ക് ഇവൺ പോയിന്റ് കാണാനാണ്. ബ്രേക്ക് ഇവൺ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ആണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം 2 പി വി റേഷ്യോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏതെടുക്കാം? കോമൺ സെൻസ് ആവറേജ് എടുക്കാം. അപ്പോൾ ആവറേജ് എടുക്കാൻ ചെയ്ത പരിപാടിയാണ് 5%-ൻ്റെ 3/5, 10%-ൻ്റെ 2/5. അത് വെയ്റ്റഡ് ആവറേജ് എന്നൊക്കെ പറയാം. അങ്ങനെ 7% കിട്ടി. 7,000 ഡിവൈഡ് ബൈ 7% കിട്ടിയപ്പോൾ എത്ര കിട്ടി? 1 lakh ആണ്. അറിയാലോ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 7% ആണ്, 7 അല്ല. അപ്പോൾ 7,000 ഡിവൈഡ് ബൈ 7 × 100 അടിക്കണം. അടുത്തതും ഏതുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണ്? മാർജിനൽ കോസ്റ്റിംഗ് ആണ്. കമ്പനിയുടെ സെയിൽസ് ഡിക്ലൈൻ ഫ്രം 9 lakh ടു എത്രയായി? 7 lakh ആയി. അപ്പോൾ 9 lakhൽ നിന്നും 7 lakh ആയി എന്ന് പറയുമ്പോൾ അതിൻ്റെ ചേഞ്ചസ് എത്ര വരാം? 2 lakh. നമുക്കറിയാം പി വി റേഷ്യോ കാണാനുള്ള ഒരു വെറൈറ്റി ഇക്വേഷൻ ഉണ്ട്. 2 വർഷത്തെ ഡാറ്റ തന്നു. അതാണിത്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഏതാണ്? ചേഞ്ച് ഇൻ സെയിൽസ്. ഇതാണ് ഇക്വേഷൻ. ഇത് സ്റ്റഡി മെറ്റീരിയൽ ഇത് സിമിലർ സാധനമുണ്ട്. സെയിം ക്വസ്റ്റ്യൻ അല്ലേ സ്റ്റഡി മെറ്റീരിയലുള്ളത്? സെയിം സാധനം തന്നെയുള്ളത്. ഓക്കെ, 1 lakh തന്നെയാണ്. യെസ്. അപ്പോൾ അതെ 2 lakh വരും. പിന്നെ ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് കാണാൻ എന്താണ്? ഇപ്പോൾ 50,000 രൂപ പ്രോഫിറ്റ് ബിക്കം എത്രയായി? 50,000. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 50,000. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 50,000 മൈനസ് 50,000 മൈനസ് ഏതാണ്? 50,000 ഈസ് ഈക്വൽ ടു സ്വാഭാവികമായിട്ട് എത്ര വരും? -1 lakh ആണ് വരിക. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും പെർസെൻറ്റേജ് കണ്ടാലും എത്ര കിട്ടും? 50% കിട്ടും. അടുത്തത് ഇൻഡിഫറൻസ് പോയിന്റ് എന്നുള്ള കോൺസെപ്റ്റാണ്. ഇൻഡിഫറൻസ് പോയിന്റ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യാണ്? സെയിം ആവുന്ന ഒരു പോയിന്റാണ്. വിച്ച് മീൻസ് നമ്മുടെ കയ്യിൽ 2 മെഷീൻ ഉണ്ട്. സെമി ഓട്ടോമാറ്റിക്കും പിന്നെ അതാണ് ഫുള്ളി ഓട്ടോമാറ്റിക്കും. ഇതിൽ ഏത് മെഷീൻ മേടിക്കണം എന്ന ഒരു തീരുമാനത്തിനെത്തണമെങ്കിൽ നമ്മൾ ഏത് കാണണം? ഇൻഡിഫറൻസ് പോയിന്റ് കാണണം. ഇൻഡിഫറൻസ് പോയിന്റിൽ കണ്ട യൂണിറ്റിൻ്റെ പ്രത്യേകത, ആ യൂണിറ്റിൽ സെമി ഓട്ടോമാറ്റിക് മെഷീൻ മേടിച്ചാലും ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ മേടിച്ചാലും ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ടോട്ടൽ കോസ്റ്റ് പറഞ്ഞപ്പോൾ വാരിയബിൾ കോസ്റ്റും വരും, പിന്നെ ഏതും വരും? ഫിക്സഡ് കോസ്റ്റും വരും. അപ്പോൾ ഇവിടെ വാരിയബിൾ കോസ്റ്റ് വന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇൻഡിഫറൻസ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ പറയുന്നത് ചേഞ്ച് ഇൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ എത്രയാണ് ചേഞ്ച് ഇൻ ഫിക്സഡ് കോസ്റ്റ്? 30,000 മൈനസ് എത്രയാണ്? 12,000. അപ്പോൾ 18,000 വരും. ചേഞ്ച് ഇൻ വാരിയബിൾ കോസ്റ്റ് ശ്രദ്ധിക്കണം. ചേഞ്ച് ഇൻ ഫിക്സഡ് കോസ്റ്റ് എടുക്കുമ്പോൾ ടോട്ടലാണ് എടുക്കേണ്ടത്. പിന്നെ ചേഞ്ച് ഇൻ വാരിയബിൾ കോസ്റ്റ് എടുക്കുമ്പോൾ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്, മറക്കരുത്, ശ്രദ്ധിക്കണം. അപ്പോൾ അത് ചെയ്ത് 6 ചെയ്തപ്പോൾ 3000 യൂണിറ്റ് കിട്ടി. അപ്പോൾ 3000 യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? 1000 യൂണിറ്റിൽ നിങ്ങൾ സെമി ഓട്ടോമാറ്റിക് മെഷീൻ 3000 യൂണിറ്റ് ഉണ്ടാക്കിയാലും ഫുള്ളി ഓട്ടോമാറ്റിക്കിൽ ഉണ്ടായാലും നിങ്ങളുടെ കോസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു പണി മതി. കാൽക്കുലേറ്റർ എടുത്ത് 3000 × 10 വാരിയബിൾ കോസ്റ്റ് 30,000 വരും. പ്ലസ് ഫിക്സഡ് കോസ്റ്റ് സെമി ഓട്ടോമാറ്റിക്കലിൻ്റെ 12,000. അപ്പോൾ 42,000 വരും. അതേപോലെ തന്നെ 3000 × 4 അടിക്കുക 12,000 പ്ലസ് 30,000. അതും എത്രയായി? 42,000. അപ്പോൾ രണ്ടിലും അങ്ങനെ ആവും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി നമ്മളൊരു കോമൺ റൂള് പറയുകയാണെന്ത്, ഈ 30,000-ന് താഴെയാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ഉള്ളതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്. ഇതൊക്കെ ടെക്സ്റ്റിലൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ മെയിൻ പോർഷൻ മാത്രമേ പറയുന്നു. 30,000-ന് മുകളിൽ യൂണിറ്റാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് നോക്കണം? ഹയസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ഉള്ളത് നോക്കണം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ A കറക്റ്റ് ആൻസർ എന്താ? സെമി ഓട്ടോമാറ്റിക് മെഷീൻ യൂസ് ചെയ്യണം. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ 2,500 ആണെങ്കിൽ, അപ്പോൾ 2,500 3000-ന് താഴെയാണല്ലോ. സ്വാഭാവികമായിട്ടും 2,500 3000-ന് താഴെ ആവുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ലോവസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ഉള്ളതാണ്. ലോവസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ഇതിൽ ഏതിനുള്ളത്? സെമി ഓട്ടോമാറ്റിക് ആണ്. മറ്റേ 12,000 30 അല്ലേ. ഇനി നേരെ തിരിച്ചിവിടെ ക്വസ്റ്റ്യനിലൊരു 3,500 ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യാൻ പറ്റും? ഏറ്റവും കൂടുതൽ ഫിക്സ്ഡ് കോസ്റ്റ് ഉള്ളത്. പക്ഷേ ഇവിടുത്തെ മറ്റു ഇതൊന്നും മാച്ച് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ? അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ മെത്തേഡ് അല്ലാത്ത ഒന്നേതാണ്? ടോട്ടൽ കോസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ഉണ്ടാവും? വാരിയബിൾ കോസ്റ്റ് ഉണ്ടാവും, പിന്നെ ഏതുണ്ടാവും? ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും.
മാർജിനൽ കോസ്റ്റ് മെത്തേഡിൽ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്കിമ്മിങ് പ്രൈസ്, പെനട്രേഷൻ പ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ പ്രൈസിങ്ങിൻ്റെ സ്ട്രാറ്റജിയാണ്, അത് ഇവിടെ ഇല്ല അങ്ങനെ ഒന്ന്. പിന്നെ മാർക്കറ്റ് പ്രൈസും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. എക്സ്റ്റേണൽ മാർക്കറ്റ് വിൽക്കാൻ പറ്റുന്നത് തന്നെ എന്താക്കിയിട്ടെടുക്കാം? ട്രാൻസ്ഫർ പ്രൈസ് ആയിട്ട് എടുക്കാം. ഇവിടെ ഞാൻ കൊടുത്തുള്ള ഈ 2500 ആകുമ്പോൾ ഏതാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെമി ഓട്ടോമാറ്റിക് ആണ്. നോക്കി നോക്ക്, സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ 2500 യൂണിറ്റ് ഉണ്ടാക്കാൻ 37,000 കോസ്റ്റ് വരുള്ളൂ. എന്നാൽ ഫുള്ളി ഓട്ടോമാറ്റിക് ആണെങ്കിൽ FM ഉദ്ദേശിച്ച ഫുള്ളി, മറ്റേ സെമി ഓട്ടോമാറ്റിക് 40,000 വരും. അപ്പോൾ കോസ്റ്റ് എവിടെ കൂടുതലാണ്? ഫുള്ളി ഓട്ടോമാറ്റിക്. അപ്പോൾ ഏറ്റവും ബെറ്റർ ഏതാണെന്ന് മനസ്സിലായി, സെമി ഓട്ടോമാറ്റിക്. അത് ആ ഇക്വേഷൻ അല്ലെങ്കിൽ ലോവസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ് എന്നുള്ളതിൻ്റെ ലോജിക്കിനെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നോട്ട് കൊടുത്തെന്നുള്ളൂ. ദാറ്റ്സ് ഓൾ. അടുത്തത് നമ്മുടെ ഫേവറേറ്റ് സാധനം വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വാരിയൻസ് ആണ്. കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റൊക്കെ പലരും പല രീതിയിലാവും പഠിക്കുന്നുണ്ടാവും. എന്തായാലും കോമൺ ആയിട്ടുള്ള കോസ്റ്റ് ഡിഫറൻസ് പറയുമ്പോൾ 1 - 2 എന്നാണ് നമ്മൾ പഠിപ്പിക്കാറ്. ഒന്നുമില്ല, ചിലരിങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. 1 - 2 പറയുമ്പോൾ 1 എന്താ? സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. 2 എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ അവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്. അപ്പോൾ ജസ്റ്റ് ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാലും മതി. എന്താ? സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ അവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ് ഈസ് ഈക്വൽ ടു വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വാരിയൻസ്. അപ്പോൾ ഈ ഇക്വേഷനിലെ സ്റ്റാൻഡേർഡ് അവർ കാണണം. ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ആദ്യം. സ്റ്റാൻഡേർഡ് അവർ കാണാൻ സ്റ്റാൻഡേർഡ് അവർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് അല്ലേ? അതോടെ എഴുതിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ഒരെണ്ണത്തിനുള്ള സ്റ്റാൻഡേർഡ് അവർ എത്രയാണ്? 2 hours. ഇപ്പോൾ ഒരു ചെയറാണെന്ന് വിചാരിക്കുക. ഒരു ചെയർ ഉണ്ടാക്കാനുള്ള സ്റ്റാൻഡേർഡ് അവർ 2 hours ആണ്. നിങ്ങൾ എത്ര ചെയർ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തു? 5,900. അപ്പോൾ 5,900 എത്ര വരും? 5,900 × 2 11,800. അപ്പോൾ അത് കിട്ടി, 11,800 കിട്ടി. പിന്നെ 10 രൂപയുടെ തരം സ്റ്റാൻഡേർഡ് റേറ്റ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടോ? ഇല്ല, നമ്മൾ കണ്ടെത്തണം. സ്റ്റാൻഡേർഡ് റേറ്റ് തന്നിട്ടില്ല. സ്റ്റാൻഡേർഡ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ബഡ്ജറ്റഡ് വേരിയബിൾ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഏതാണ്? ബഡ്ജറ്റഡ് ഹവേഴ്സ്. നമുക്ക് സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഏതാ കിട്ടേണ്ടത്? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ ആണ് കിട്ടേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റഡ് വേരിയബിൾ ഓവർ ഹെഡ് ഇവിടെ തന്നിട്ടുണ്ട്. എത്ര? 1,20,000. അതെടുത്തു. ഡിവൈഡഡ് ബൈ ചെയ്യേണ്ടത് ഏതാണ്? ബഡ്ജറ്റഡ് ഹവർ ആണ്. ബഡ്ജറ്റഡ് ഹവർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ബഡ്ജറ്റഡ് ഹവർ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് 6,000 യൂണിറ്റ് ആണ് ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ. അതിന് ഒരെണ്ണത്തിന് എത്ര ഹവേഴ്സ് വേണം? 2 വേണം. അപ്പോൾ 6,000 × 2 എത്രയാണ്? 12,000 ഹവേഴ്സ് വരും. അങ്ങനെ 12,000. അപ്പോൾ 1,20,000 ഡിവൈഡ് ബൈ 12,000 അടിച്ചാൽ എത്ര വരും? 10 വരും. അപ്പോൾ അതും കിട്ടി. പിന്നെ ആക്ച്വൽ അവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ് എന്ന സാധനം മൾട്ടിപ്ലൈ ചെയ്തുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം. ഇതിനെ നമ്മൾ എന്താ പറയുക? ഫസ്റ്റത്തേനെ ഇതിനെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയാം. ഈ ഭാഗത്ത് എന്താ പറയുക? സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഇതിനെന്താ പറയുക? ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയാം. ആക്ച്വൽ കോസ്റ്റ്. ഇത് സ്റ്റാൻഡേർഡും മറ്റേതേതാ? ആക്ച്വൽ. അത്രേ ഉള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡിന് ആക്ച്വൽ ലെസ് ചെയ്യാം. 4,000 രൂപ എന്ത് ചെയ്യും? നെഗറ്റീവ് കിട്ടുന്നതുകൊണ്ട് അഡ്വേഴ്സ് ആണ്. ഓക്കെ. ദെൻ അടുത്തത് ലേബർ. വീണ്ടും ഏതന്നെയാണ്? ലേബർ വാരിയൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ലേബർ എഫിഷ്യൻസി വാരിയൻസ്. ലിമിറ്റഡ് പ്രൊഡ്യൂസ്ഡ് എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? 500 യൂണിറ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവർ പ്രൊഡ്യൂസ് ചെയ്തില്ല, ഈ കമ്പനി. അപ്പോൾ ആക്ച്വൽ പ്രൊഡക്ഷൻ ആണ്. 12 മണിക്കൂറാണ് എന്ത് ചെയ്തത്? ആക്ച്വലി അവരെടുത്തത്. ആക്ച്വലി അവരെത്ര എടുത്ത്? 12 മണിക്കൂർ. അപ്പോൾ ആക്ച്വൽ അവർ എങ്ങനെ കാണാം? 500 × 12 എത്ര വരും? 6,000 ഹവേഴ്സ് വരും. സിമ്പിൾ. ഇതിനടുത്ത് ഏതാണ് പറയുന്നത്? സ്റ്റാൻഡേർഡ് അവർ എത്രയും? 16. അപ്പോൾ സ്റ്റാൻഡേർഡ് അവർ എങ്ങനെ കാണാം? സ്റ്റാൻഡേർഡ് അവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുള്ളതാണ് സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. അപ്പോൾ 500 എണ്ണത്തിന് 16 മണിക്കൂർ വെച്ചിട്ട് സ്റ്റാൻഡേർഡ് അവർ എത്ര വരണമായിരുന്നു? 8,000. അപ്പോൾ അതേ കണ്ടു. സ്റ്റാൻഡേർഡ് അവർ എത്രയായി? 8,000 × സ്റ്റാൻഡേർഡ് റേറ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 48. പിന്നെ ആക്ച്വൽ അവർ എത്രയാണ്? നമ്മളിപ്പോൾ കണ്ടെത്തിയ 6,000. ഇവിടെയും സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. അഥവാ നമ്മൾ കാണേണ്ടത് ഏതാണ്? എഫിഷ്യൻസി വാരിയൻസ് ആണ്. എഫിഷ്യൻസി വാരിയൻസ് കാണാനുള്ള ഇക്വേഷൻ 1 - 3 ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ? സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇതിനെ മറ്റൊരു തരത്തിലും കൂടെ വേണമെങ്കിൽ പഠിക്കാം. ഇങ്ങനെയും ചെയ്യാം. എങ്ങനെ? ഇവിടെ രണ്ടിലും കോമൺ ആണ് സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പോൾ എന്ത് ചെയ്യാം? മറ്റൊരു ഇക്വേഷൻ ഇവിടുന്ന് ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. എന്താ?
സ്റ്റാൻഡേർഡ് അവർ മൈനസ് ആക്ച്വൽ അവർ ഇൻറ്റു എത്ര അടിച്ചാലും മതി സ്റ്റാൻഡേർഡ് റേറ്റ്. അഥവാ 8000-ന് മൈനസ് എത്ര കുറയ്ക്കാം? 6000 കുറയ്ക്കാം. അപ്പോൾ എത്ര വരും? 2000. 2000 ഇൻറ്റു 48 അടിച്ചാലും നിങ്ങൾക്ക് എത്ര കിട്ടും? 96,000 കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഫേസ് ചെയ്യാം. അടുത്ത പറയുന്നത് ഞാനൊരു പുതിയ ബഡ്ജറ്റിനെ കുറിച്ച് പറയാം. റോളിംഗ് ബഡ്ജറ്റ് എന്നുള്ള കോൺസെപ്റ്റാണ്. സാധാരണ ഒരു ബഡ്ജറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് 6 മാസത്തേക്കുള്ള ബഡ്ജറ്റ് ആണെങ്കിൽ ജാനുവരിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആ ബഡ്ജറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ആ ബഡ്ജറ്റിൽ പിന്നെ നിങ്ങൾ മാറ്റങ്ങളൊന്നും വരുത്തുന്നുണ്ടാവില്ല നോർമലി. അങ്ങനെ ബഡ്ജറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, ചിലപ്പോൾ മന്ത്ലി ഒക്കെ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തി അതിനെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്? റോളിംഗ് ബഡ്ജറ്റ്. ഇത് മുൻപും എക്സാമിന് 1-2 തവണ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് റോളിംഗ് ബഡ്ജറ്റ്. അപ്പോൾ എന്താണ് റോളിംഗ് ബഡ്ജറ്റ് എന്ന് ഞാൻ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഓൾസോ നോൺ ആസ് ഏതാ? കണ്ടിന്യൂസ് ബഡ്ജറ്റ്. അപ്ഡേറ്റ് കണ്ടിന്യൂസ്ലി ലൈക്ക് ഏതാണ്? മന്ത്ലി, ക്വാർട്ടർലി ആയിട്ട് എങ്ങനെ എന്ത് ചെയ്യും? അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത പറയുന്നത് റിസിജ്വൽ ഇൻകത്തിൻ്റെ കോൺസെപ്റ്റാണ്. നമുക്കറിയാം റിസിജ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാവും എൻ്റെ ബിസിനസ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന്. അതിനെ കവച്ച് വെക്കുന്ന രീതിയിൽ എക്സ്ട്രാ കിട്ടിയ ഇൻകത്തെയാണ് എന്ത് പറയാം? റിസിജ്വൽ ഇൻകം എന്ന് പറയാം. അപ്പോൾ എന്താണ് റിസിജ്വൽ ഇൻകം? ഞാൻ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ മിനിമം റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഞാൻ 15% ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 ലക്ഷത്തിൻ്റെ 15% എത്ര വരും? 75,000 വരും. എന്നാൽ ആക്ച്വലി എനിക്ക് കിട്ടിയ ഇൻകം എത്രയാണ്? 1 lakh ആണ്. അപ്പോൾ 1 lakhൽ നിന്ന് എത്ര പോട്ടെ? 75,000 പോട്ടെ. അപ്പോൾ എക്സ്ട്രാ വരുന്ന എമൗണ്ടാണ് എന്ത്? 25,000. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചത് 75 പക്ഷെ വന്നത് എത്രയാണ്? 1 ലക്ഷമാണ്. അപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വരുന്നതിനാണ് എന്ത് പറയുക? റിസിജ്വൽ ഇൻകം എന്ന് പറയാം. ഇതിനടുത്ത് പറയുന്നത് റെസ്പോൺസിബിലിറ്റി സെൻ്ററാണ്. നമുക്കറിയാം 4 റെസ്പോൺസിബിലിറ്റി സെൻ്റർ ഉള്ളത്. ഒന്ന് കോസ്റ്റ് സെൻറ്റർ, പിന്നെ റവന്യൂ സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ, പിന്നെ ഏതാ? ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. അതിൽ ഇവിടുത്തെ പ്രത്യേകത ഈ യൂണിറ്റിൻ്റെ മാനേജർ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തിനാ? റവന്യൂ ജനറേറ്റ് ചെയ്യാനുണ്ട്, പിന്നെ എക്സ്പെൻസ് മാനേജ് ചെയ്യും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഏത് സെൻ്ററാണത്? പ്രോഫിറ്റ് സെൻ്ററാണ്. ഓക്കെ, റവന്യൂ ഉണ്ട്, അഥവാ റവന്യൂ മൈനസ് ഏതാണ്? കോസ്റ്റ് ആണല്ലോ പ്രോഫിറ്റ്. ദെൻ അടുത്ത ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാനൊരു ടേബിൾ വരച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇവിടെ ABC ഇങ്ങനെ 3 എന്തുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി തിരിച്ചും വരയ്ക്കാം. ഈ 3 ഓപ്ഷനിൽ ഇക്കോണമി പലതരത്തിലാവാം. ഒന്ന് ഏതാവാം? റിസിഷൻ വരാം, പിന്നെ എന്ത് വരാം? ഗ്രോത്ത് വരാം, പിന്നെ സ്റ്റേബിൾ ആവാം, പിന്നെ ഗ്രോത്ത് ആവാം, പിന്നെ ഏതാവാം? ബൂം ആവാം. ഓക്കെ, ഇതാണ് സംഭവം. എന്നിട്ട് അവർ ചോദ്യം രസമാണ്. ഹൗ മെനി യുണീക്ക് പേ ഓഫ് വാല്യൂ? എത്ര പേ ഓഫ് വാല്യൂ ഉണ്ടാവും ഇവിടെ? 1 2 3 4 5 6 7 8 9 10 11 12 കണ്ടോ? അപ്പോൾ ആൻസർ എത്ര? 12. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്. അപ്പോൾ അതൊന്ന് നോക്കിക്കാം. ദെൻ നമ്മൾ MCQ തീരാൻ പോവാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് MCQ അല്ലേ. 10ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു ഡിസിഷൻ തിയറി എന്നുള്ള ചാപ്റ്ററിൽ കോൺസെപ്റ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ ഇക്വേഷൻ പറയാം ആദ്യം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്നാണ് ഇക്വേഷൻ. അപ്പോൾ എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്? റിസ്കിനെ കാണിക്കുന്നതാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ എത്രയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? 15. എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. അപ്പോൾ 15 ഡിവൈഡ് ബൈ എത്രയാണ്? 20. എത്ര വരും? 0.75. എന്താണ് ഈ 0.75 എന്ന് പറഞ്ഞാൽ? 1% റിസ്ക് കിട്ടണമെങ്കിൽ, 1% റിട്ടേൺ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എത്ര റിസ്ക് എടുക്കണം? ടു ഗെറ്റ് 1% റിട്ടേൺ റിസ്ക് ഈസ് ഈക്വൽ ടു 0.75. എന്നാൽ ബിയുടെ കാര്യം എന്താണ്? ഇതേ 1% തന്നെ റിസ്ക് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ശതമാനം റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ശതമാനം റിസ്ക് എടുക്കണം? 0.95. അപ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന ഫേം ഇവിടെ ഏതാണ്? ബി. ക്വസ്റ്റ്യൻ അവർ ചോദിച്ചതും അങ്ങനെ തന്നെയാണ്. വിച്ച് പ്രൊജക്റ്റ് ഈസ് റിലേറ്റീവ്ലി റിസ്കിയർ എന്നാണ് ചോദ്യം.